ഇത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. തായ്ലാൻഡ് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. റേഞ്ച് റോവർ ഇവോക്ക് ആണിത്. 2014 മോഡൽ. ഇത് നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് 890 ഫൈനലായിട്ട് ചെയ്യാം. ഫൈനലായിട്ട് 8,90,000 രൂപ. നമ്മളെ കേരളത്തിൽ അങ്ങനെ കാണാൻ കിട്ടാത്തൊരു വണ്ടിയാണ്. ഇത് CLA 2016 മോഡല്. സിംഗിൾ ഒറിജിനൽ കേരള. ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 93 കിലോമീറ്റേഴ്സ് ഓടിക്കുന്നത്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 390 ചെയ്യാം. 390 ഡീസൽ. 3,90,000 രൂപ ഡീസൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോട്ടോ വോൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും അല്ലേ, ഞാനെന്താണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പട്ടി ഷോ കാണിക്കുന്നതെന്ന്. കുറച്ച് ഷോ കാണിക്കാനുള്ള സാധനമുണ്ട്. കാരണം ഈ പിറകെ കിടക്കുന്ന വാഹനം ഏതാണെന്നറിയോ? ടൊയോട്ട ഹയാസ് ആണ്. ഇപ്പം നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ കരുത് ഇത് ടൊയോട്ട ഹയാസ് അല്ലേന്ന്. കാരണം അവർക്കിത് സുപരിചിതമാണ്. അവരുടെ ഡെയിലി ലൈഫിൽ വരുന്ന ഒരു കമ്പ്യൂട്ടർ വാഹനം മാത്രമാണ് ടൊയോട്ട ഹയാസ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇവൻ ഇത്തിരി റയറാണ്. അപ്പം ഈ ഒരു വാഹനം മാത്രമല്ല, മറ്റ് ബെൻസിൻ്റെ അതുപോലെ BM, ഓഡി എന്ന് വേണ്ടിയിട്ടുള്ള അത് മാത്രം കൂടാതെ ഇന്നോവ, സാധാരണ വാഹനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷോറൂമിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളൂമ്പ്രത്താണ്. ഇവിടെ അത്താണിക്കൽ എന്ന് പറയട്ടോ. ബേസിക്കലി അത്താണിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഒരു സ്ഥലം ഉണ്ടായിരിക്കും. ഇത് വള്ളൂമ്പ്രത്താണ് എക്സാക്ട്ലി വരുന്നത്. നമ്മുടെ ഈ ഷോറൂമിൻ്റെ പേര് വരുന്നത് പോഷ് ലിങ്ക് എന്നാണ്. അപ്പോൾ ആ ഒരു പേര് പോലെ തന്നെ കുറച്ച് പോഷാണ് കാര്യങ്ങൾ. ഇവിടെ വരുന്ന വാഹനങ്ങൾ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള വണ്ടികളാണ്. എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ലോണോട് കൂടി എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട്. എന്തൊക്കെയാണ് A to Z കാര്യങ്ങൾ, നമ്മുടെ വണ്ടിയുടെ മോഡൽ എത്രയാണ്, ഇവിടെ അവർ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഓണർഷിപ്പ് എന്ന് വേണ്ട A to Z കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് തുടങ്ങി എല്ലാം ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ബ്രോ പേരൊന്ന് പറയും. മൻസൂർ. ഓക്കെ. നമ്മൾ ഈ ഒരു ഷോറൂം തുടങ്ങിയിട്ട് എത്ര വർഷമുണ്ടോ? ഏകദേശം 2 വർഷത്തിന് അടുത്തായിട്ടില്ല. ഓക്കെ. അപ്പം എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ വള്ളാമ്പുറം മലപ്പുറം റോട്ടിൽ അത്താണിക്കൽ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് സംഭവം. ഓക്കെ. നമ്മളിപ്പോൾ പ്രീമിയം കാർ മാത്രമാണോ? പ്രീമിയം ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് അതർ ചെറിയ വെഹിക്കിളും ഉണ്ട്. അത് പുറത്ത് ഇതുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം വരുന്നൊരു വണ്ടി, ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ? ഇത് CLA 2016 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് NOC റേറ്റിൽ 12,60 ചെയ്യാം. 12,60,000. 12,60,000 രൂപ കേട്ടോ പ്രൈസ് വരുന്നത്. അടുത്ത വരുന്നൊരു ലാൻഡ് റോവർ ആണ്. ലാൻഡ് റോവർ 2012 മോഡല്. ഒറിജിനൽ കേരളയാണ്. പിന്നെ 120 ഓട്ടം. ഓണർഷിപ്പ് 5th ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള. ഇത് നമുക്ക് ഓഫർ റേറ്റ് ആയിട്ട് 890 ഫൈനലായിട്ട് ചെയ്യാം. ഫൈനലായിട്ട് 8,90,000 രൂപ. വെറും 8,90,000 രൂപയ്ക്ക് എനിക്ക് ലാൻഡ് റോവർ കിട്ടും കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ. അടുത്തതൊരു റേഞ്ച് റോവർ ഇവോക്ക് ആണിത്. 2014 മോഡല്. ഒറിജിനൽ കേരള തന്നെയാണ്. ഇത് 3rd ഓണർഷിപ്പ്. 120 ഓട്ടം. പ്രൈസ് വരുന്നത് നമുക്ക് 1990 ഫൈനൽ ചെയ്യാം. 1990. ഒറിജിനൽ കേരള വണ്ടിയല്ലേ? ഓക്കെ. ഡീസൽ. 1990 ആണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഡീസൽ വണ്ടിയാണല്ലേ? ഓക്കെ. അടുത്തത് ഇത് വരുന്നത് ബെൻസ് C220 2015 നമ്പറായ വണ്ടിയാണ്. ടാക്സ് ഒക്കെ അടച്ച 4 സംതിങ് ടാക്സ് ഒക്കെ അടച്ച വണ്ടിയാണ്. ഇത് 2nd ഓണർഷിപ്പ്. 1 lakhന്റെ അടുത്ത് നിയർ ബൈ ഓട്ടം ഉണ്ടല്ലേ? ഇത് നമ്മൾ ആസ്കിങ് ഇവിടെ 19,25 ചെയ്യാം. 19,25 ചെയ്യാം. ടാക്സ് അടച്ച വണ്ടി അല്ലേ? 15 മോഡൽ കേട്ടോ. 2015 മോഡൽ വണ്ടി അല്ലേ? ന്യൂ ഷേപ്പ് ആണ്. അടുത്തൊരു MG ഹെക്ടർ ആണ് അല്ലേ? ഇത് 22 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 25,000 ഓടിയിട്ടുള്ളൂ. ഡീസൽ. 7 സീറ്റ് ആണ് കേട്ടോ. 7 സീറ്റർ വണ്ടി. അതെ. നമ്മൾ ആസ്കിങ് 16 ലക്ഷം. ചോദിക്കുന്നു. നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി. അടുത്ത വണ്ടി ഇത് ഓഡി Q3 2016 മോഡൽ. ഒറിജിനൽ കേരള. ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 93 കിലോമീറ്റേഴ്സ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓഡി Q3 പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് നമ്മൾ ഒറിജിനൽ കേരളാണ്. ഇത് നമുക്ക് 18,400 ചെയ്യാം. 18,400 അല്ലേ? 18,25,000. ഓക്കെ. അടുത്തൊരു റേഞ്ച് റോവർ തന്നെയാണല്ലോ അല്ലേ?
റേഞ്ച് റോവർ ഡിസ്കവറി ഡിസ്കവറി 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, KL7 എറണാകുളം രജിസ്ട്രേഷൻ. എറണാകുളം വണ്ടിയല്ലേ? പെട്രോൾ ആണ് ഇതൊരു വേരിയന്റ് കേട്ടോ. പെട്രോളിൽ ഇത് 56 57 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ഇതൊക്കെ ഉള്ളതാണ്. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ അല്ലേ? 20 ലക്ഷം രൂപയാണ് റേഞ്ച് റോവർ ഒറിജിനൽ കേരള വണ്ടി അല്ലേ? അതെ. ഓക്കെ. അടുത്ത് വരുന്നത് ഏതാ? ഓഡി Q3 അല്ലേ? 2014 മോഡല്, അതർ സ്റ്റേറ്റ് ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. ഓടിയത് ഏകദേശം 57 തന്നെയാണ് ഓടിയത്. ഇത് NOC-ൽ നമുക്ക് 890 ഫൈനൽ ചെയ്യാം. 890 ഫൈനൽ റേറ്റ് ആണ്. ഫൈനൽ റേറ്റ് 8,90,000. ഓക്കെ. അടുത്തൊരു BM ആണല്ലോ അല്ലേ? BM 2016 മോഡല്, 3 സീരീസ് ആണ്. ഇതും അതർ സ്റ്റേറ്റ് തന്നെയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് ഡ്രിവൺ ഒരു ഏകദേശം 110 ഓടിയിട്ടുണ്ട്. ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് NOC-ൽ 12,75 ചെയ്യാം. 12,75,000 BM-ന്റെ പ്രൈസ് വരും. ഓക്കെ. ഇപ്പോഴത്തെ ഒരു ഫോർച്യൂണർ അല്ലേ? നല്ല അലോയൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണല്ലോ. അതെ. ഇത് 2010 മോഡല്. ഇത് അതർ സ്റ്റേറ്റ് നമ്പർ ആയ വണ്ടിയാണ്. 5 കൊല്ലത്തെ പുതിയ റിന്യൂവൽ എടുത്ത പേപ്പർ എടുത്ത വണ്ടിയാണ്. എങ്ങനെയാണ് പ്രൈസ്? അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 8,10 ഫൈനലാക്കി കൊടുക്കും. 8,10,000 രൂപ. ഓക്കെ. അടുത്തൊരു XUV ആണല്ലോ. ഇത് XUV ഒറിജിനൽ കേരള 2018 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് മാനുവൽ ആണ്. W11, അതായത് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഡീസൽ കേട്ടോ. അതില് 1.25 ഓട്ടം ഉണ്ട് ഓടിക്കണ്. ഓക്കെ. ഇത് നമുക്ക് 10,4 10,25,000 കൊടുക്കാം. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ. സൈഡൊക്കെ ഉണ്ട്. വേറെ അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ, ജെന്യൂൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഉള്ള വണ്ടിയല്ലേ? ഓക്കെ. അടുത്ത തന്നെ പിറകിൽ ഒരു ക്രിസ്റ്റ ഉണ്ടല്ലോ അല്ലേ? ക്രിസ്റ്റ വരുന്നുണ്ട്. ക്രിസ്റ്റ 2017 മോഡല്, ഒറിജിനൽ കേരള ആണ്. കേരള വണ്ടി അല്ലേ? ഇത് 1.80 കറക്റ്റ് ഓട്ടം. ഷോറൂം സർവീസ്, അമാന സർവീസ് ഒക്കെ ഉള്ളതാണ്. 10,000 സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒറിജിനൽ കേരള ആണ്. നീറ്റ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇത് നമുക്ക് 15.5 ആസ്കിംഗ് ആണ്. എന്തെങ്കിലും നെഗോഷ്യബിൾ ഐറ്റം ചെയ്യാൻ പറ്റില്ല. 15,50,000 ഒറിജിനൽ കേരള ആണ്. ഒറിജിനൽ കേരള 2017 മോഡൽ. കംപ്ലീറ്റ് കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള. അതെ, ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ. അടുത്തൊരു XUV ആണല്ലോ അല്ലേ? അതെ, XUV. ഇത് 2018 മോഡൽ, സെയിം തന്നെയാണ്. ഇത് കർണാടകന് നമ്പർ ആയ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്, 1 കറക്റ്റ് ഓട്ടം, ഷോറൂം സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ്. ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ച വണ്ടിയാണ്. അതെ. ഇത് നമുക്ക് 8,90 ഫൈനൽ ചെയ്യാൻ പറ്റും. 8,90,000. അടുത്തൊരു മറാസോ ആണല്ലോ അല്ലേ? മറാസോ ആണ്. ഇത് 2019 മോഡലാണ്. ഡീസല്, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഇത് നമ്മൾ ഏറെ ആസ്ക് ചെയ്യുന്നത് എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാം. 7,50,000 ചോദിക്കുന്നത്, എന്തായാലും നെഗോഷ്യബിൾ ചെയ്യാം. അതെ. പിന്നെ അടുത്ത CRV, ഹോണ്ട CRV അല്ലേ? ഇത് 2011 മോഡല്. ഇത് പെട്രോൾ, ഓട്ടോമാറ്റിക്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയല്ലേ? ഓണർഷിപ്പ് 5 ആണ്. ഒറിജിനൽ കേരള ആണ്. കേരള വണ്ടിയല്ലേ? ആകെ ഓട്ടം കുറവാണ്, 90 ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടി. എത്രയാണ് പ്രൈസ്? ഇത് നമ്മള് 4,400 ചോദിക്കുന്നത്. എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റും. അടുത്തൊരു ടെറാനോ ആണല്ലോ അല്ലേ? അതെ. ടെറാനോ 2015 മോഡല്, നമ്പർ ആയ വണ്ടിയാണ്. ഇവിടെ മലപ്പുറം തന്നെ നമ്പർ ആയതാണ്. ഓക്കെ. അത് നമ്മൾ 3.25 ചോദിക്കുന്നത്. 3.25 ലക്ഷം. ഡീസൽ. 3,70,000 ഡീസൽ വണ്ടി. ഓക്കെ. അടുത്തൊരു ടൈഗൂൺ ആണല്ലോ അടുത്ത് തന്നെ കിടക്കുന്നത്. വോക്സ് വാഗന്റെ ടൈഗൂൺ 2022 മോഡല്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഹൈലൈൻ ആണിത്. ഓക്കെ. വേരിയന്റ്. ഇത് 70,000 ഓട്ടം, സിംഗിൾ ഓണർഷിപ്പ്. വരുന്നത്. അതെ. നമ്മൾ 12.25 ചോദിക്കുന്നത്. എന്തെങ്കിലും രീതി ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റില്ല. അതെ. ഓക്കെ. അടുത്തൊരു ഡസ്റ്റർ ആണല്ലോ അല്ലേ? എങ്ങനെ ഡസ്റ്റർ? ഇത് ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്. പെട്രോൾ വേരിയന്റിൽ വരുന്ന 2018 ഡിസംബർ വണ്ടിയാണ്. ഓക്കെ. ഇത് 70,000 ഓട്ടം. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 6,90 ആണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റില്ല. ഓക്കെ. അതെ. 2017 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഇത് കറക്റ്റ് 1 ഓട്ടം,
ഒറിജിനൽ കേരള വണ്ടി ആമിയോ ആണ്. ആമിയോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് നമ്മൾ റേറ്റ് 5,45 നമുക്ക് ഓഫർ റേറ്റ് ചെയ്യാൻ പറ്റില്ല. 5,47,000 രൂപ കേട്ടോ. 2017 മോഡൽ. 2017 മോഡൽ. ഓക്കെ, അടുത്ത വണ്ടി ഇത് ഫോർഡ് ആസ്പിറിൻ ഡീസൽ ആണ്. 2017 തന്നെ. മാനുവൽ ആണോ? മാനുവൽ. ഇത് 1 ഓട്ടം. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 3,90 ചെയ്യാം. 3,90 ഡീസൽ. 3,90,000 രൂപ ഡീസൽ ഫോർഡ്. ഓക്കെ, പിന്നെ 180 ഉണ്ട്, സ്റ്റോക്കുകളുണ്ട്. ഇത് കേരള വണ്ടി 2014-15 മോഡല്. ഇത് നമുക്ക് റേറ്റ് 9,90 ചെയ്യാം. ഓണർഷിപ്പ് ആണ് ഇത് വരുന്നത്. ഒറിജിനൽ കേരള കേട്ടോ. 9,90. 1ന്റെ അടുത്ത് ഓട്ടോ ഉണ്ട് അല്ലേ? അത് 2010 മോഡല് ഇ ക്ലാസ്. അറൗണ്ട് നമുക്ക് 10 റേഞ്ചിൽ ചെയ്യാം. ഒറിജിനൽ കേരള കേട്ടോ. 10 ലക്ഷത്തിന്റെ അടുത്ത് ചെയ്യാൻ പറ്റും. ഇത് നമ്പറായ വണ്ടിയാണ്. 2016 G4 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ജെന്യൂൻ വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് 13 റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 13 ലക്ഷം നമ്പറായ വണ്ടി കേട്ടോ. 13 ലക്ഷം. അതെ, അലോയ്സ് എക്സ്ട്രാ ഉണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അടുത്തത് നമുക്ക് ഹാരിയർ വരുന്നത്. ടാറ്റ ഹാരിയർ. ഇത് 19-20 മോഡലാണ്. ഡീസലില് മാനുവലില് ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്ക് 11.5 ചെയ്യാം. 11,50,000 ഫൈനലാക്കി ചെയ്യാൻ പറ്റില്ല. ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി കേട്ടോ. KL7 എറണാകുളം വണ്ടി. പിന്നെ ജീപ്പ് കോമ്പസ് വരുന്നുണ്ട്. ഇത് 2019 തന്നെയാണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 ഓട്ടം. ഇത് നമുക്ക് 11.40 ചെയ്യാം. 11,40,000 രൂപ. അടുത്തന്നെ ഒരു ക്രിസ്റ്റയും വരുന്നുണ്ടല്ലേ? ഇത് ക്രിസ്റ്റ 2016 V ആണ്. നമ്പറായ വണ്ടിയാണ്. ഇത് 14.45 ചെയ്യാം. 14,70,000. ഇത്രയാണ് ഇപ്പൊ നമ്മുടെ സ്റ്റോക്കിലുള്ള വാഹനങ്ങൾ. അതെ. ഓക്കെ, അപ്പം ഇപ്പൊ ഇങ്ങനെ ലോണിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ലോൺ നമുക്ക് ഏകദേശം എല്ലാ വണ്ടിക്കും ഏകദേശം ഒരു 80-90% നമുക്ക് ലോൺ ചെയ്യാം. കസ്റ്റമറുടെ ട്രാക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കാം. അതെ, എല്ലാത്തിന്റെ നമുക്ക് പ്രീമിയം വണ്ടി ആണെങ്കിലും ഇനിയിപ്പോ നോർമൽ വണ്ടികളാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു മാക്സിമം ഒരു 3-4 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് ലോൺ പാസ്സാക്കി ചെയ്യാം. കസ്റ്റമറിന്റെ പേരിൽ ഓക്കെ ആണെങ്കിൽ ട്രാക്ക് പക്ക ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മളെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഓഫർ ഒക്കെ കൊടുക്കൂലേ? നമുക്ക് ചെയ്യാം. നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും റേറ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നമ്മൾ അങ്ങനെ ഒരു ഇതില്ല, മാക്സിമം ചെയ്ത് കൊടുക്കാം ഓഫർ ആക്കിയിട്ട്. അപ്പൊ താങ്ക് യു. ഓക്കെ, ഇനിയും സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യണം. ഓക്കെ, ശരി.